കൂട്ടത്തിൽ തലതാട്ടപ്പൻ, അതായത് ഇച്ചിരി മൂത്ത ആളല്ലേ. പക്ഷെ കല്യാണം ഇപ്പോഴാണ് നമുക്ക് കൂടാൻ പറ്റിയത്. അതൊരു അനുഗ്രഹം കേട്ടോ ഞങ്ങൾക്ക്, ഈ ഒരു കല്യാണമൊക്കെ കൂടാൻ പറ്റിയത് ശരിക്കും. കഴിഞ്ഞ ഒക്ടോബർ വരെ കെട്ടുന്നില്ല എന്ന് പറഞ്ഞില്ല. അതിന് കുറച്ച് തെളിവുണ്ട് നമ്മുടെ അടുത്ത്. നമ്മളോട് പറയെങ്കിലും മാട്രിമോണിയിൽ അതിന്റെ ഇടയിൽ കുറച്ച് സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിപ്പോ എന്തായാലും പുറത്തുവിടാൻ പറ്റില്ല. വോയിസ് ക്ലിപ്പ് എന്തായാലും സെൻഡ് ചെയ്യും. ഇതൊക്കെ വേണമെന്നാര് പറഞ്ഞ, പെണ്ണും കുടുംബമൊന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ അങ്ങ് നിൽക്കും. അതിനുള്ള ഒരു കരളുറപ്പാട് കേട്ടോ, നിനക്കൊന്നും ഇല്ലാണ്ട് പോയതാണ്. ഇപ്പൊ പറയുന്ന സംഭവം നിനക്കൊക്കെ ഭയങ്കര പുച്ഛമായിരിക്കും. ഞാൻ മാഡ്രിഡിൽ മറ്റേ ബെർണാബിൽ ഒരു കളി കാണുന്ന സമയത്ത് നീ എന്ത് ചെയ്യായിരിക്കും? നീ കൊച്ചുമോൾക്ക് അവിടെ നൂഡിൽസ് ഉണ്ടാക്കും. പക്ഷെ ഞാൻ കെട്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എനിക്കറിയാം, കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കുറച്ച് പേരിലേക്ക് ഒതുങ്ങിപ്പോവും. കെട്ടായിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ തന്നെ ഓർക്കും. അത് ഭയങ്കര വ്യത്യാസമായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളൊക്കെ ആ ഒരു സമയത്ത് ഈ ഒരു ബന്ധം ഓർത്തിട്ട് നിങ്ങൾ അഭിമാനിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. നിങ്ങൾ ജീവനോടെ ഉണ്ടാവും അറിയത്തില്ല. ഒരു പക്ഷെ സമ്മർദ്ദവും അല്ലെങ്കിൽ അതുപോലുള്ള പ്രശ്നങ്ങൾ കാരണം ചിലപ്പോൾ നേരത്തെ അടിച്ചു പോകും. ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. കണ്ടോ? ഐ ടെൽ അബൌട്ട് ദിവ്യ. അവൾ എൻ്റെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ട് അറിയാം. അവൾ എന്നെക്കാട്ടിലും മൂത്താണേലും ഹെഡി ബോഡി ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. എനിക്ക് എന്തും പറയാനുള്ളൊരു സ്പേസ് അവൾ എപ്പോഴും തന്നിട്ടുണ്ട്. എൻ്റെ നല്ലൊരു സീക്രട്ട് കീപ്പറാണ്. ഹായ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ റൈഫിളിൻ്റെ ഫ്രണ്ടാണ് വിനീഷ്. ഞാൻ കുറേ കാലമായിട്ട് അവനെ അടുത്തറിയുന്ന ആളാണ്. ഞങ്ങൾ ഒന്നിച്ച് ഈ പാടവരമ്പത്തോട് ഇതിലെ കൂടെയൊക്കെ കുറേ നാൾ കളിച്ച് ചിരിച്ച് നടന്ന ആൾക്കാരാണ്. ക്രിക്കറ്റും ഫുട്ബോളും എന്നാണ് പ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെക്കൻ. ഫുട്ബോളാണ് തുടക്കം. റയൽ മാഡ്രിഡ് ഫാൻസാണ് എല്ലാവരും. അതുവഴിയുള്ള പരിചയം. ഒരു പേജുണ്ട്, ഒരു ഗ്രൂപ്പിന്റെ അഡ്മിനാണ് കേരള പെരസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതുവരെ ഗ്രൂപ്പിലുള്ള പരിചയമായിരുന്നെങ്കിൽ ഇന്ന് ആദ്യമായിട്ട് കാണുകയാണ്. ആ ഒരു പരിചയമല്ല, അതിൽ കൂടുതലുള്ള ബന്ധമുണ്ട്. 9 വർഷത്തെ പരിചയം. 9 അതിന് മേലുണ്ട്. 2014-15 ആ സമയത്ത് തുടങ്ങിയ പരിചയമാണ്. ആദ്യമായിട്ട് ഇന്നാണ് കാണുന്നത് നേരിട്ട്. ഈ കൂട്ടത്തിലുള്ള എല്ലാവരും ഞാൻ ആദ്യമായിട്ട്. അതെ, അതാണ് ആ പരിചയം. ഇപ്പോൾ അവളെ കുറിച്ച് പറയുവാണെങ്കിൽ അവൾ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ആ ഹാർഡ് വർക്കിംഗ് ആണ് ഈ ഒരു ഇതുവരെ അവളെ എത്തിച്ചത്. ചേട്ടായിനെ പറ്റി പറയുമ്പം എപ്പോഴും നല്ല ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. ചെറുപ്പത്തിലാണെങ്കിലും ചേട്ടാ കുറേ നാൾ വീട്ടിൽ വന്ന് നിന്നിട്ടുണ്ട്. ഞങ്ങളാണെങ്കിലും ഇവിടെ വന്ന് നിന്നിട്ടുണ്ട്. എല്ലാ കാര്യവും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. അങ്ങനെയായിരുന്നു. കുഞ്ഞിൽ തൊട്ട് എല്ലാ കാര്യവും ചേട്ടായിനോട് പറയുമായിരുന്നു. എന്താ പറയുക, ഞാനും ചേച്ചിയും 2 പെൺമക്കളാണ്. അവരാണ് 3 പേര് ഞങ്ങളുടെ ആങ്ങളമാർന്ന് പറയാനായിട്ട് പണ്ടോട്ടേ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കൂടെ കൂടുതൽ ഷെയർ ചെയ്യാൻ ചേട്ടായിൻ്റെ അടുത്താണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് ഇന്ന് ഈ ദിനത്തിൽ. ഫുട്ബോളിന് തമാശതിനപ്പുറം ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടിരുന്ന ആളെന്നാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മൂപ്പർ എൻഗേജ്മെന്റിന്റെ അന്ന് റയലിന്റെ കളിയുണ്ട്, അതും കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രി 2 മണിക്ക് കളിയുണ്ട്, അതും കാണുന്ന. ഈ മധുരം പോലെ സുന്ദരമാകട്ടെ എന്നുള്ള വലിയ ആശംസയോട് കൂടിയിട്ട് നമുക്കൊന്ന് ചേർന്ന് ഈ മധുരം വിപ്പിൽ ഈ ചടങ്ങിലേക്ക് കടക്കാം. അന്നേരം ഈ ആഘോഷ രാവിലേക്ക് നമ്മുടെ മെയിൻ താരത്തെ, നമ്മുടെ റേഫൻ ചേട്ടായിനെ, നമ്മുടെ മണവാളിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മണവാളൻ റേഫിൻ വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. വേഗം കടന്നു വന്നോളൂ. ഗുഡ് ഈവനിങ് ഓൾ. നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ദിവ്യയുടെ മധുരവെപ്പ് ചടങ്ങിലേക്കാണ്. ആദ്യമായി നമുക്ക് നമ്മുടെ കല്യാണ പെണ്ണിനെ വേദിയിലേക്ക് ക്ഷണിക്കാം. അപ്പൊ നമുക്ക് പരിപാടിയിലേക്ക് കടക്കാല്ലേ? മധുരം വെക്കാൻ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ മധുരം വെക്കാൻ വേണ്ടിയിട്ട് ടീന ശശിനെയും റൈബിൻ ചേട്ടായിനെയും അതുപോലെ തന്നെ രാജനങ്ങൾ, മോളി ആന്റി, റസ്ബിൻ അനിയൻ, ഇവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
കൊണ്ടുപോട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്താ ദിവ്യ, ഞങ്ങളവളെ കുഞ്ഞിപ്പെണ്ണെന്നാണ് വിളിക്കുന്നത്. പണ്ട് തൊട്ട് 1ാം ക്ലാസ് തൊട്ട് ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. 2001 തൊട്ട് അറിയാവുന്ന അവളെ. അവൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവിടം വരെ എത്താൻ വേണ്ടി. പപ്പ മരിച്ചതിന് ശേഷം അവൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു. അവളുടെ വീട് പണിതു, ചേച്ചിയുടെ കല്യാണം നടത്തി, അനിയൻ്റെ കാര്യം, അവളുടെ കല്യാണം അല്ല അവൾ ഒറ്റയ്ക്കാണ് നടത്തി. ആ ഒരു കാര്യത്തിൽ എനിക്ക് ദിവ്യയോട് എന്താ പറയുക, അതേ സ്നേഹവും സന്തോഷവും എല്ലാം ഉണ്ട് എനിക്ക് അവളുടെ കാര്യത്തിൽ. ഇന്ന് ദിവ്യയുടെ കല്യാണം ഇവിടെ ഞങ്ങൾ എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഞാനും അവളും കൂടെ നിൽക്കുമ്പം ഞങ്ങളെ സ്കൂളിൽ ഒരു സാറ് വന്നിട്ട് ചോദിച്ചു എൻ്റെ അനിയത്തിയാണോ എന്ന്. അത്രയും ചെറിയ ഒരു കുട്ടിയായിരുന്നു. പണ്ട് ഇങ്ങനെ ഒരാളെ ആയിരുന്നില്ല അവള്. ഇത്രയും ബോൾഡ് അല്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും സില്ലിയായിട്ട് പപ്പ ഉണ്ടല്ലോ എന്ന് കരുതി എല്ലാ കാര്യങ്ങളും പപ്പാര് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അവൾ ഇത്രയും വലുതായി, ഇത്രയും അവളുടെ കല്യാണവും വീട് പണി, ചേച്ചിയുടെ കല്യാണവും എല്ലാം അത്ര ബോൾഡായി ചെയ്തെന്ന് കാണുമ്പം സന്തോഷം. അവളോട് സംസാരിക്കുമ്പോൾ ഇന്ന് ഒത്തിരി വ്യത്യാസമുണ്ട്. കാരണം ഞാൻ ഇപ്പം കുറേ നാൾ കൂടി അവളെ കാണുന്നത്. അവൾ നേഴ്സായിരുന്നു, UK-ലാണ്. പിന്നെന്താ, അവളുടെ ഭാവിയിലേക്ക് പ്രേഫിലിനും അവക്കും ഞങ്ങൾ എല്ലാവരുടെയും വക ഒത്തിരി ആശംസകളും നേരുന്നു, വിഷസും നേരുന്നു. ഇപ്പോൾ റൈഫലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവനായിരുന്നു വീട്ടിലെ ഏറ്റവും മൂത്തയാൾ. പക്ഷേ കല്യാണം നേരത്തെ കഴിഞ്ഞ് ഞങ്ങളുടെ രണ്ടുപേരുടെയാണ്. കാരണം വേറെ ഒന്നുമല്ല, എന്താ പറയുക, അവൻ കെട്ടുന്നില്ല എന്നും പറഞ്ഞിട്ടിരുന്നതാണ്. ഞങ്ങളാണ് ഇൻസ്പിറേഷൻ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ പറഞ്ഞിട്ടാണ് അവനിങ്ങനെ കെട്ടാൻ വേണ്ടി വന്നത്. എനിക്ക് തോന്നുന്നു അവൻ്റെ എന്താ പറയുക, മാട്രിമണിയിലൊക്കെ രജിസ്റ്റർ ചെയ്ത സമയത്ത് 2-3 മാട്രിമണിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പുള്ളി അതൊന്നും നോക്കിയിട്ടില്ല. എല്ലാം നോക്കിക്കൊണ്ടിരുന്ന റസ്ബിനായിരുന്നു. അപ്പോൾ അവനോട് ഓക്കെ എന്ന് പറയുമ്പോഴും ഇവനോട് വിളിക്കാൻ പറഞ്ഞു, നീ ഒന്ന് നോക്കുക എന്ന് പറഞ്ഞാലും ജസ്റ്റ് ഫോട്ടോ പോലും നോക്കാറില്ലായിരുന്നു. കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴേ ദേഷ്യമായിരുന്നു. മമ്മിയും പപ്പായും പറയുമ്പോൾ തന്നെ ദേഷ്യമായിരുന്നു. പക്ഷെ എങ്ങനെയൊക്കെയോ മൈൻഡ് മാറി. പിന്നെ ടീന വന്നതിന് ശേഷമാണെന്ന് എനിക്ക് തോന്നുന്നു പുള്ളി ടീനയും കൂടി കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ആൾ സമ്മതിച്ചു. തിരുസഭയുടെ നടപടികളനുസരിച്ച് വിവാഹം എന്ന കൂദാശയോടെ ജോൺ മാർട്ടിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. Da 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 da
അവൻ നല്ല രീതിയിൽ തന്നെ അവനെ ഭാവിയിൽ അവളെ നല്ല രീതിയിൽ തന്നെ നോക്കുവാനും മുന്നോട്ട് പോകുവാൻ അവനൊത്ത് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെന്താ പറയണ്ടേ, ഓൾ ദ ബെസ്റ്റ് അബൌട്ട് ഹർ ഫ്യൂച്ചർ ലൈഫ്. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു ഹാപ്പി ലൈഫ് ഞാൻ വിഷ് ചെയ്യുന്നു. जा रांझण तू भी क्या याद रखेगा, जाहिर ने तेनू छोड़ दिया। जा रांझण तू भी क्या याद रखेगा, जाहिर ने तेनू छोड़ दिया। ऐसे ना जाओ प्रिया, ऐसे ना जाओ प्रिया, जुड़ी है राहें सारी तुझसे मेरी। ऐसे ना जाओ प्रिया, ऐसे ना जाओ प्रिया, जुड़ी है राहें सारी तुझसे मेरी। जाना रांझण तू भी क्या याद रखेगा, जाहिर ने तेनू छोड़ दिया। ऐसे ना जाओ प्रिया, जुड़ी है राहें सारी तुझसे मेरी। ഓക്കെ, എല്ലാവരും ക്ലാപ്പ് ചെയ്യുമോ? അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞു. രണ്ടുപേർക്കും എന്താ പറയാനുള്ളത് ജസ്റ്റ് പറയാം. ചേട്ടാ ഇന്നലെ ബാച്ചിലറായിട്ട് അവസാനത്തെ വേടൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം സിംഗിൾ അല്ല, മിങ്കിളാണ്. അന്നേരം എന്താണ് ചേച്ചിക്കും ചേട്ടായിക്കും രണ്ടുപേർക്കും എന്താണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്, എന്താണ് പറയാനുള്ളത്? ഇത്രയും ദിവസം ഞങ്ങൾ കുറച്ച് ടെൻഷനിലൊക്കെ ആയിരുന്നു, എങ്ങനെ എല്ലാം നടക്കുന്നൊക്കെ അതിനൊക്കെ സന്തോഷമായി. എനിക്കൊരു ആശ്വാസമാണ്. അതായത് നമുക്ക് ഇനി അടുത്ത ചടങ്ങുകളിലേക്കൊക്കെ കിടക്കാം അല്ലേ? നെക്സ്റ്റ് പാരൻസിനെയും സിബ്ലിങ്സിനെയും വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ആദ്യമായിട്ട് റേഫ്ലിൻ്റെ പാരൻസ് ഫാദർ രാജനങ്കർ ആൻഡ് മദർ മോളി ആൻറ്റി, ബ്രദേഴ്സ് റൈബിൻ ആൻഡ് റസ്ബിൻ, റൈബിൻ്റെ വൈഫ് ടീന ചേച്ചി, ഇവരെ എല്ലാവരെയും വേദിയിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. നമുക്ക് തിരി തെളിയിച്ചുകൊണ്ട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ചെറുക്കനും പെണ്ണിനും മധുരം വെച്ചോട്ടെ. മധുരം വെച്ചോട്ടെ, സമ്മതമല്ലേ? മധുരം വെച്ചോട്ടെ. അല്ല, എന്നാ നമുക്ക് ചോറുണ്ടിട്ട് വീട്ടിൽ പോവാം. മധുരം വെച്ചോട്ടെ, വെച്ചോട്ടെ. പോരാ, സൗണ്ട് ഇല്ല, വെച്ചോട്ടെ.
ഒരു ഐഡിയ പറഞ്ഞു നമുക്കറിയാം. അതന്നെ ഇപ്പൊ തന്നെ. റൈഫിളിനും ദിവ്യക്കും എല്ലാവിധ മംഗളാശംസകളാ. ദിവ്യക്കും സത്യമാണ് റൈവി. എനിക്ക് ടെൻഷനായി കാണിച്ചേ കൊളാക്കിട്ട് ബ്ലൂപ്പർ എൻ്റെ അനുജന്മാർ പറഞ്ഞ പോലെ എൻ്റെ അനിയന്മാർ തന്നെയാണ് മാട്രിമോണി നോക്കിക്കൊണ്ടിരുന്നത്. ലാസ്റ്റ് ഞാൻ അതിലേക്ക് എത്തുകയായിരുന്നു. ബോറായ